നമസ്കാരം. ഹെയർ ടു നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി തൊട്ട് നഖം വരെ, അതിൽ കണ്ണ് വരാം, മൂക്ക് വരാം, പല്ല് വരാം, ഇതെല്ലാം വരാം. അപ്പോൾ ഇതിന് ഇപ്പോൾ ഏറ്റവും വലിയൊരു ദോഷവും ഗുണവും ഇതാണ്. ഈ സ്പെഷ്യലൈസേഷൻ കൊണ്ട് അതിൻ്റെയുള്ള ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ വിചാരിക്കുന്നത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മാനസിക രോഗികളാണ്. ഇപ്പോൾ ഒരു പല്ല് വേദനയായിട്ട് ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഡെൻ്റൽ ഡോക്ടറെ അടുത്തല്ലായിരിക്കും ആദ്യം ആയിരിക്കത്തില്ല, ഒരു ഡോക്ടറെ അടുത്ത് പോകാം. നല്ല ഡോക്ടർമാരാണെങ്കിൽ അന്നേരം തന്നെ എന്തെങ്കിലും ഒരു സ്വകാര്യം ഇതെല്ലാം നോക്കിയിട്ട് എണ്ണം കൊടുക്കത്തില്ലെങ്കിൽ ഞാൻ തന്നെയും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു വിടാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു ഡോക്ടർ, ഒരു ഡെൻ്റൽ ഡോക്ടറെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവരാദ്യം ഇതെല്ലാം ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം ചെയ്തിട്ട് അവരെ ഒരു രോഗിയായിട്ട് തന്നെ മാറ്റും. ഉദാഹരണം, ഇപ്പോൾ ഈ ഡെൻ്റൽ ഫീൽഡിലെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ പണ്ട് ഡെൻ്റൽ പ്രാക്ടീസ് ചെയ്തു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻ്റൽ കോളേജ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടേഴ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ വളരെ ഈസിയാണ്, വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എടുക്കാം. പക്ഷേ അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ ഡെൻറ്റിസ്റ്റും അല്ല, വളരെ ചുരുക്കം ഡെൻറ്റിസ്റ്റുകളുടെ പോയി കഴിഞ്ഞാൽ അവർ ചെറിയ കാര്യങ്ങളെ അതൊരു ബിഗ് ഡീലായിട്ട് മാറ്റും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെൻ്റൽ ചെയറിൻ്റെ തൊട്ട് അതെല്ലാത്തിനും വളരെ വില കൂടും. അതെല്ലാം ഈ പാവപ്പെട്ട രോഗികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഡെൻ്റൽ പറഞ്ഞ ഒരു സാധനം ഇപ്പോൾ സർജിക്കലായി കഴിഞ്ഞാലും എല്ലാം ഇത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് പരിചയമുള്ള ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം. അതല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ പറഞ്ഞു വിടുന്നത് നോക്കണം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഡെൻ്റൽ ഫീൽഡ് ആദ്യമേ ഡെൻറ്റിസ്റ്റ് എന്നുള്ളതേ ഉള്ളായിരുന്നു. ഇപ്പം ഓരോ പല്ലിനും ഓരോ സ്പെഷ്യലിസ്റ്റാണ്. അവരുടെ എക്സ്ട്രാക്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞത്, എക്സ്ട്രാക്ട് ചെയ്താൽ പോരാ, ഇതിനെ നമുക്കത് ക്രൗൺ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കിത് ഇംപ്ലാന്റ് ചെയ്യണം. അപ്പോൾ ഇംപ്ലാന്റ് ചെയ്ത് അശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ഈ ഡെൻ്റൽ ഫീൽഡിൽ, മെഡിക്കൽ ഫീൽഡ് ഡോക്ടേഴ്സിനെ ഇത് കൂടുതൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നല്ല ഡെൻറ്റിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഞാൻ തന്നെ പറഞ്ഞു, ഡോക്ടറെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കേടായ പല്ലെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത് കൂടി വന്നു കഴിഞ്ഞാൽ 200 അല്ലെങ്കിൽ 300 അല്ലെങ്കിൽ മാക്സിമം 500 രൂപ, അത്രയേ ഉള്ളൂ. അതേസമയം ഇത് അടയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്നും കുഴപ്പമാണ്. അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ മെർക്കുറിയൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്, അടപ്പുകൊണ്ട് കുഴപ്പമില്ല. ഈ അടച്ച പല്ല് തന്നെ നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അടയ്ക്കാത്തതൊരു നല്ലതാണ്. കാരണം ഇതിൻ്റെ അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ടീരിയ ഇതെല്ലാം കയറിയിട്ട് മോണപഴുപ്പ്, പിന്നെ പല്ലുപഴുപ്പ്, പല്ലുവേദന, തലവേദന ഇതെല്ലാം ഉണ്ടാവും. പിന്നെ ചില ഡോക്ടേഴ്സിന് ഇത് നമുക്ക് ക്രൗൺ ചെയ്യാമെന്ന് പറയും. അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ പല പേഷ്യൻസിനെ അനുഭവമുള്ളതാണ്. ഞാൻ പറയും, ഡോക്ടർ കാര്യം ക്രൗണൊന്നും ചെയ്യണ്ട. അപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് അവർ പോയി ക്രൗൺ ചെയ്യും. ക്രൗൺ ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അടിയിൽ കൂടെ പഴുപ്പ് കയറും. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത് ഇതിന് കോംപ്ലിക്കേഷൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എസ്കോർപ്പിൻ എടുത്തു കഴിഞ്ഞിട്ട് ആളുകൾ പോകും പല്ലെടുക്കാൻ. അതെപ്പോഴും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏതൊക്കെ മരുന്ന് കഴിക്കണമെന്ന് ഡെൻ്റൽ ഡോക്ടർ ചോദിക്കണം. പ്രത്യേകിച്ച് കാർഡിയോളജിസ്റ്റ് ആദ്യമേ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആസ്പിരിനാണ്. അതിന് എസ്കോപ്പിൻ എന്നാണ് അതിൻ്റെ പേര്. ഈ ആസ്പിരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിനെ ഇത് വെള്ളമാക്കും. ഇത് പാവപ്പെട്ട ഡോക്ടർ ഡെന്റിസ്റ്റ് അറിയത്തില്ല. ഇവർ ഹിസ്റ്ററി ഒന്നും നോക്കാതെ എടുക്കും, പല്ല് നിൽക്കത്തില്ല. പിന്നെ അത് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ബ്ലഡ് വരെ കൊടുക്കേണ്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കോംപ്ലിക്കേഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇതാണ്, ആവശ്യമില്ലാത്ത കേടായ പല്ലുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ലൊരു സാധാരണ വെപ്പ് പല്ലെന്ന് പറയും, അതാണ് ഏറ്റവും സേഫായിട്ടുള്ളത്. നിങ്ങൾ നല്ലൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് തന്നെ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ ഞാനിത് പറഞ്ഞെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഡെന്റിസ്റ്റിനെ പറ്റി വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. അതിന് ഹോളിസ്റ്റിക് ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിങ് തന്നെയുണ്ട്. അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻസ് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഞാൻ മെയിനായിട്ടുള്ളത്, നമുക്ക് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം വരെ ഒഴിവാക്കാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ. അത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.